കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. അതിനാധാരമായി പ്രാരംഭമായിട്ട് സങ്കീർത്തനങ്ങൾ 80 അതിൻ്റെ 3-ാമത്തെ വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 80 അതിൻ്റെ 3-ാമത്തെ വേദഭാഗം നമുക്ക് വായിക്കാം. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സങ്കീർത്തനങ്ങൾ 85-ൻ്റെ 6-ാമത്തെ വാക്യം, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. പ്രൈസ് ദി ലോർഡ്. ഈ വർഷത്തിൻ്റെ അവസാന ദിനത്തിൽ, അവസാന സൺഡേയിൽ നമ്മൾ ഒരുമിച്ച് അടുത്ത് വന്നിരിക്കുകയാണ്. സ്തോത്രം. ഒരു വർഷം നമ്മൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടു. പല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങൾ, പല വിടുതലുകൾ, പല കഷ്ടതകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയുള്ള ചില ദിവസങ്ങൾ, ഹല്ലേലൂയ, 1-2 ദിവസങ്ങൾ നമ്മൾ പുതുവർഷത്തെ എതിരേൽക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വചനം പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഈ 1-2 ദിവസം കൊണ്ട് വെളിപ്പെടുവാനുള്ള വിടുതലുകൾ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, ഹല്ലേലൂയ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യം, ദൈവമേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ദൈവമക്കൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മൾ ഇനി വെളിപ്പെടുവാനുള്ള വിടുതൽ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പ്രാർത്ഥന, ദൈവമേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഹല്ലേലൂയ. നിന്റെ മുഖം എൻ്റെ മേൽ പ്രകാശിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് പകൽക്കാലം നമുക്കൊരുക്കിയ വിടുതൽ ഒന്നും ദൈവം തടഞ്ഞു വെക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിച്ച് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ലോകം മുഴുവൻ മുഖം കറപ്പിച്ച് എതിർത്ത് നിന്നാലും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവമേ നിന്റെ ഹിതത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. ആ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ദൈവത്തോട് ചേർന്ന് നടന്ന ആത്മീയ സന്തോഷം അനുഭവിച്ച ആ ദിനങ്ങളിലേക്ക് എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. പ്രൈസ് ദി ലോർഡ്. എന്ന അധരങ്ങളുടെ അകത്തളങ്ങളിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവസന്നിധിയിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനപ്പുറത്ത് ലോകത്തിൽ മറ്റൊരു സന്തോഷമില്ല. ഹല്ലേലൂയ. ഏതൊരു സന്തോഷത്തിനും അതിർവരമ്പുകൾ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ചില സമയങ്ങൾക്കുള്ളിൽ ലോകത്തിൽ ലഭിച്ച എല്ലാ സന്തോഷങ്ങളും അവസാനിക്കുമ്പോൾ നിലനിൽക്കുന്ന ഒരു സന്തോഷം, അധരങ്ങളിൽ നിറയുന്ന ഒരു സന്തോഷം, യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഓരോ ദൈവമക്കൾക്കും അനുഭവിച്ചറിയുവാൻ കഴിയുമെന്ന് തിരുവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ വ്യക്തമായി പറയട്ടെ, എന്തിന് ഞാൻ യഥാസ്ഥാനപ്പെടണം? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ആ സന്തോഷം, ദൈവസന്നിധിയിലുള്ള ആനന്ദം, ദൈവസന്നിധിയിലുള്ള വിടുതലുകൾ അത് അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് യഥാസ്ഥാനപ്പെട്ട് വരണമെന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോവേൽ പുസ്തകത്തിനകത്ത്, പ്രവചന പുസ്തകത്തിനകത്ത് 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവത്തിങ്കലേക്ക് തിരിയുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്നുള്ള ഒരു വലിയ ആഹ്വാനം
അവിടെ ആമേൻ ദൈവത്തിൻ്റെ പ്രവാചകൻ അവിടെ ആമേൻ ആ ജനത്തോട് അറിയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോൾ അനുദപിച്ചാൽ, നമ്മളെപ്പോൾ യഥാസ്ഥാനപ്പെട്ടാൽ അവിടം തൊട്ട് ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ കരത്തിൽ പിടിക്കും. ഹല്ലേലൂയ. ആ ദൈവം നമ്മളോട് കൂടെ സഞ്ചരിക്കുവാൻ ഇടവരും, നമുക്ക് ആലോചന പറഞ്ഞു തരുവാൻ ഇടവരും, തെറ്റായിട്ടുള്ള വഴികളിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ടുവരുവാൻ ഇടവരും, നമ്മുടെ അകത്തളങ്ങളിൽ സന്തോഷം പകരൂ, സമാധാനം പകരൂ, ഒരു വലിയ പ്രത്യാശ പകരൂ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആ ഒരു ആത്മീയ തലത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് യഥാസ്ഥാനപ്പെട്ട് വരുവാൻ ഇടവരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസും യോഹന്നാനും മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതിന് ശേഷം ആളുകളെല്ലാം ആശ്ചര്യത്തോടെ നോക്കുകയാണ്. അപ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഞങ്ങളെ ആശ്ചര്യത്തോടെ എന്തിനാ നോക്കുന്നത്? നിങ്ങൾ ക്രൂശിച്ചു, ദൈവം മരിച്ചവരെ ഉയർപ്പിച്ചു. ആമേൻ. ആ കർത്താവിലുള്ള വിശ്വാസമാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത ഈ വ്യക്തി നടക്കുവാൻ കാരണമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് ആശ്വാസത്തിന്റെ കാലങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകി തരുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മളോട് പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ ജീവിത യാത്രകളിൽ വഴിത്താരകളിൽ എവിടെയൊക്കെയോ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിനകത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് അതിനെ മൂടി വെക്കുവാൻ അല്ല. ഹല്ലേലൂയ. അതിനെ ഏറ്റുപറയുവാൻ, അതിനെ ഉപേക്ഷിക്കുവാൻ, കർത്താവേ തങ്കച്ചോരയാൽ എന്നെ ഒന്ന് കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഇടവരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസത്തിന്റെ കാലങ്ങൾ വീണ്ടും നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടുവാൻ ഇടവരും, നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ഇടവരുമെന്ന് വചന ഹൃദ്യമായിട്ട് നമ്മുടെ ജീവിതങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. ആമേൻ. മാനസാന്തരത്തിലൂടെ യഥാസ്ഥാനപ്പെട്ട് ആമേൻ ദൈവസന്നിധിയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ആ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. വളരെ വേഗത്തിൽ ഹോശിയ പ്രവചന പുസ്തകത്തിലേക്ക് കടന്നു വന്നാട്ടെ. 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം ഗ്രീസ്മൻ വായിച്ചാട്ടെ. ഹോശിയ പ്രവചനം 10:12. പ്രൈസ് ദി ലോർഡ്. നീതിയിൽ വിതപ്പിൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവിൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. നീതിയിൽ വിതപ്പീൻ, ദയയ്ക്കൊത്തവണ്ണം കൊയ്യുവീൻ, നിങ്ങളുടെ തരിശു നിലം ഉഴുവീൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. ഒന്ന്, യഥാസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. 2, ആമേ പ്രൈസ് ദി ലോർഡ്, നിലങ്ങളെ എന്ത് ചെയ്യണം? ഉഴുതു മറിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തെ കട്ടകളെ എന്ത് ചെയ്യണം? ഉടയ്ക്കുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഈ കട്ടകൾ ഉടയാതെ കിടക്കുമ്പോൾ സംഭവിക്കുന്ന ഇതിനകത്ത് മുള്ളും പറക്കാലിയും ഒക്കെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കട്ടകൾ ഉടയ്ക്കപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അതിൽ നിന്ന് മുള്ളും പറക്കാലിയും പറിച്ചു കളയപ്പെടുന്നുവെങ്കിൽ, അതിൽ നിന്ന് കല്ലുകൾ പെറുക്കി മാറ്റുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ, ഒരു നല്ല നിലമായി 30, 60, 100 മേനിയായിട്ട് ഫലം കായ്ക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നു? ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും ഒരു കഠിനതയുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എവിടെയെങ്കിലും ക്ഷമിക്കാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എവിടെയെങ്കിലും ഹല്ലേലൂയ ഏറ്റുപറയാത്ത വിഷയങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ മുള്ളിനെ, ആ പറക്കാരെ, ആമേൻ, ആ കല്ലുകളെ ഓരോന്നോരോന്നായി ആത്മാവിൽ ദൈവസന്നിധിയിൽ കണ്ടിട്ട് അതിനെ പെറുക്കിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയത്തെ നിർമ്മലമാക്കണം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ വചനം എൻ്റെ ഹൃദയത്തിനകത്തൊന്ന് വീണിട്ട്, ഹല്ലേലൂയ, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിൻ്റെ ഫലം അത് പുറപ്പെടുവിക്കത്തക്ക നിലകളിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് ഒരുക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവമക്കളെ, അവിടെ ദൈവത്തിൻ്റെ നീതി ദൈവം വർഷിപ്പിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഈ ലോകം നീതി നടത്തി കൊടുക്കാതിരിക്കുമ്പോൾ നീതി നടപ്പാക്കി തരുന്നൊരു ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് ഒരുക്കപ്പെട്ട് ദൈവസന്നിധി സമർപ്പിക്ക
സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയമാണെങ്കിൽ, ദൈവസന്നിധി ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ നീതി ഹല്ലേലൂയ തടയപ്പെടാൻ ഹല്ലേലൂയ പിന്നെ ആമേൻ ഈ ലോകത്തിന്റെ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ആ നീതി നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ വിടുതലുകളായി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായി നമ്മുടെ ജീവിതത്തിനകത്ത് ദർശിക്കുവാൻ ഇടവരുമെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. യഥാസ്ഥാനപ്പെട്ടതിന് ശേഷം ഈ നിലങ്ങളെല്ലാം ഉഴുതു മറിച്ച് ഹൃദയത്തെ എല്ലാം ഒന്ന് എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കണം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പി. യഹോവ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിപ്പിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ മടങ്ങി വന്ന് നമ്മുടെ ഹൃദയങ്ങളെ, ആ തരിശു നിലങ്ങളെയൊക്കെ ഒന്ന് ഉഴുതു മറിച്ച് ഒരു രൂപാന്തരത്തിൽ ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് അടുത്തതായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. എന്താണ് ഈ മഴ? ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെ ആത്മീയ ജീവിതത്തിനകത്ത് നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മഴ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മുൻമഴയും പിന്മഴയും ആമേൻ ഒരു കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യതയുള്ളത്. ഒന്ന് നിലത്തെ ഒരുക്കാൻ വേണ്ടിയുള്ളത്, അടുത്തത് ആമേൻ ഉണ്ടാകുന്ന ഫലം ഒന്നും കൂടെ ദൃഢമായി ശക്തിയുള്ളതായി തീരുവാൻ പെയ്യപ്പെടുന്ന മഴയാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ രണ്ട് മഴയും അതതിൻ്റെ സമയത്ത് നൽകി തരുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് സർവശക്തനായ ദൈവത്തിനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് നമുക്ക് വേണ്ടിയുള്ള ആത്മീയ വിടുതലുകൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയ ഭൗതിക വിടുതലുകൾക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആണ്ടുകൾ തീരുന്നതിന് മുമ്പേ ആമേൻ ഹല്ലേലൂയ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്നുള്ള ആ ഭക്തന്റെ പ്രാർത്ഥന പോലെ ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, ക്ഷീണിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ, തളർന്നിരിക്കുന്ന മണ്ഡലങ്ങളിൽ, നിരാശപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട മണ്ഡലങ്ങളിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ നവീകരിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ശക്തീകരിക്കുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഒഴുകി ഇറങ്ങുക. ആ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. കഠിനമായ ഹൃദയങ്ങൾ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് പകൽക്കാലം ഒന്ന് സ്പർശിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം വെളിപ്പെടണമെന്ന് ദൈവവചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മഴ പെയ്യുന്നതിനൊരു സീസൺ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവിക വിടുതലുകൾ വെളിപ്പെടുന്ന ഒരു സീസണുണ്ട്, സമയമുണ്ട്. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ആമേൻ. എടുത്തു ചാടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുക്കപ്പെട്ടിരുന്നാൽ മതി. ആമേൻ. ദൈവത്തിന്റെ പകർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ ദേശത്തിന്റെ നടുവിൽ ദൈവമക്കളെ നിങ്ങളെ ദൈവം മാനിക്കുവാൻ ഇടവരും, ആദരിക്കുവാൻ ഇടവരും. നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ തലമുറകളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഹിക്കുന്നവരായി നമ്മൾ തീരണമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. ആമേൻ. യോവേൽ പ്രവചനം 2:21 വന്നാട്ടെ. യോവേൽ പ്രവചനം 2:3 തൊട്ട് വായിച്ചാട്ടെ. 23, 24, 25. സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. ആമേൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. ആമേൻ. മുൻമഴ തരുന്നു. മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും
വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും ആമേൻ തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പ്രൈസലോ. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തനായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസലോ. ദൈവവചനം വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിരാശയുടെ തലങ്ങളിൽ നിന്ന് ആരാധനയുടെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുക. എൻ്റെ ദൈവം എത്രയോ വിശ്വസ്തനാണ്. മുൻമഴയും പിന്മഴയും അതതിൻ്റെ സമയങ്ങളിൽ നമുക്ക് വേണ്ടി നൽകി തരുന്ന ദൈവം ആമേൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൽപ്പിച്ചാക്കിയ ഒരു സൈന്യം ഇന്നലകളിൽ നിങ്ങളുടെ നന്മകളെ ആമേൻ അപഹരിച്ചെടുത്തുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ ആ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും ഒക്കെ ആമേൻ തിന്നതിനെ ആമേൻ അവശേഷിപ്പിച്ചതിനെ ആമേൻ മടക്കി ആ കാലഘട്ടത്തെ നിങ്ങൾക്ക് തരുക. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നു? ആമേൻ ഇന്നലകളിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമേൻ ജീവിതത്തിന്റെ നന്മകളെ ശത്രുവായവൻ അപഹരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിലേക്കൊന്ന് യഥാസ്ഥാനപ്പെട്ടിട്ട് ഹല്ലേലൂയ റീബാന ശംദന രാജസിയാദന ആ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നിലേക്കൊന്ന് പകരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ ഇടവരുന്നുവെങ്കിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ആ ആത്മീയ തീഷ്ണത മടക്കി തരുക. ആമേൻ ആത്മീയ സന്തോഷം മടക്കി തരുക. ഇന്നലകളിൽ ശത്രുവായവൻ അവലംബിച്ചുകൊണ്ട് പോയ ആമേൻ നിന്റെ നന്മകളെ മടക്കി തന്ന് ആരാധന ആമേൻ നിന്റെ അധരങ്ങളിൽ പകരുക. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. അത് തിരിച്ചറിയുന്നവർ അധരങ്ങൾ തുറന്ന് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. അധരങ്ങൾ തുറന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ റീബാന ശംദന രാജകസിയാദന ആമേൻ ചില വിടുതലുകളെ മടക്കി പ്രാപിച്ചാട്ടെ. ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെ മടക്കി പ്രാപിച്ചാട്ടെ. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ട ആ പ്രാർത്ഥനാ ജീവിതം മടക്കി പ്രാപിച്ചാട്ടെ. നഷ്ടപ്പെട്ട ആധികാരികമായിട്ടുള്ള ദൈവിക ആമേൻ സന്നിധിയിലുള്ള ആ ജീവിതം മടക്കി പ്രാപിച്ചാട്ടെ. ഹല്ലേലൂയ അത് മടക്കി തരുക. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് വചന ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ ആമേൻ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവമക്കളിൽ നമ്മൾ അകന്നുപോയ സാഹചര്യങ്ങളുണ്ട്, പരാജയപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ നമ്മൾ ക്ഷീണിച്ചു പോയ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ഇന്നും മടങ്ങി വന്നാൽ ആശ്വാസത്തിന്റെ കാലങ്ങൾ നൽകും. ഹല്ലേലൂയ മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തന്ന് ജീവിതത്തെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ നഷ്ടപ്പെട്ട ആരാധന മടക്കി തരാം. ഹല്ലേലൂയ നിങ്ങൾ ലജ്ജിച്ചു പോകാതെ നിങ്ങളുടെ ദേശത്തിന്റെ നടുവിൽ ദൈവം മാനിക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ എഫേസ്യ ലേഖനം 5:14 വന്നാട്ടെ. എഫേസ്യ ലേഖനം 5:14 പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മൾ ആമേൻ ആ ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ഉണർന്നിട്ട് ആമേൻ എഴുന്നേറ്റാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആ പ്രകാശം നമ്മുടെ മേൽ ഉദിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:1 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:1 പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അടുത്ത വാക്യം അന്ധകാരം ഭൂമിയെയും ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. പ്രൈസ് ദി ലോർഡ്. അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്നു, കൂരിരുൾ ഹല്ലേലൂയ ജാതികളെ മൂടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ഒരുക്കപ്പെട്ട് എഴുന്നേൽക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചം വെളിപ്പെടുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഇരുൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ അനേകരായിരിക്കും അവരുടെ നടുവിൽ വെളിച്ചമായിട്ട് ദൈവം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ നടുവിൽ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇങ്ങനെ പറയുവാനുള്ളത് എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുക, ഉറക്കത്തിൽ നിന്ന് ഉണരുക. ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിക്കലായിരിക്കുന്നു. എഴുന്നേൽക്കുക. നമുക്കൊരു ഉത്തരവാദിത്വം പൂർത്തീകരിക്കുവാനുണ്ട്, നമുക്കൊരു ലക്ഷ്യം പൂർത്തീകരിക്കുവാനുണ്ട്.
അന്ധകാര ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ വെളിച്ചമായിട്ട് ഈ ലോകത്തിന്റെ നടുവില് അനേകർക്ക് വെളിച്ചം കൊടുക്കുന്നവരായി നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ദൈവത്തെ മഹത്വപ്പെടുത്തും? ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ നമ്മളെ വെളിച്ചമായിട്ടാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ വെളിച്ചം ഒന്നാമത് നമ്മളെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് നമ്മുടെ കുടുംബത്തെ പ്രകാശിപ്പിക്കും. അടുത്തത് നമ്മുടെ സഭയ്ക്കകത്ത് വെളിച്ചം. ആമേൻ. ദേശത്തിന്റെ നടുവിൽ വെളിച്ചം. ഹല്ലേലൂയ. ആമേൻ. ഇരുളിൽ തപ്പിത്തടയേണ്ട ആവശ്യം വരുന്നില്ല. ആമേൻ. നാളെയെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ചുള്ള ചിന്ത വരുന്നില്ല. കാരണം എന്താ? വെളിച്ചമുള്ളിടത്ത് വഴിയുണ്ട്. ഹല്ലേലൂയ. വെളിച്ചമുള്ളിടത്ത് ഭയം മാറും. ഹല്ലേലൂയ. വെളിച്ചമുള്ളിടത്ത് സന്തോഷമുണ്ട്. വെളിച്ചമുള്ളിടത്ത് ആരാധനയുണ്ട്. വെളിച്ചമുള്ളിടത്ത് ദൈവ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇരുള് വിട്ട് മാറി. ഹല്ലേലൂയ. ദൈവിക വെളിച്ചം ഹല്ലേലൂയ വെളിപ്പെടുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ. അത് വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നിർത്താം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായം അതിന്റെ 1-2 വേദഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സിയോനെ ഉണരുക, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. സ്തോത്രം. പൊടി കുടഞ്ഞു കളക, പൊടി കുടഞ്ഞു കളക. യെരൂശലേമേ എഴുന്നേറ്റിരിക്കാം, യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. ആമേൻ. ഉണർന്നു കഴിഞ്ഞാൽ, എഴുന്നേറ്റ് കളഞ്ഞാൽ, ആ പൊടിയെ കുടഞ്ഞു കളഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആ ബന്ധനങ്ങളെ അഴിച്ചു കളഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ, ആ വെളിച്ചമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ ദൈവമക്കളെ നമുക്ക് ആമേൻ ഒരുമിച്ചൊന്ന് സമർപ്പിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഇന്നലകളിൽ നമ്മളെ പൊടിയിലേക്ക് ചവിട്ടി താഴ്ത്തിയവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ നിരാശയുടെ ആഴങ്ങളിൽ നമ്മൾ വീണ് കിടക്കുകയല്ല. ആ പൊടി കുടഞ്ഞു കളഞ്ഞിട്ട്, ഹല്ലേലൂയ, ചില ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുവാൻ, ചില നുകങ്ങൾ നീക്കപ്പെടുവാൻ, ഹല്ലേലൂയ, ആമേൻ, ഭയത്തിന്റെ നുകം, നിരാശയുടെ നുകം, പ്രൈസ് ദി ലോർഡ്, സ്വയം വിധി പറയുന്ന നുകം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്വാതന്ത്ര്യമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയാതെ ആമേൻ നമ്മളെ അകത്തളങ്ങളിൽ അടച്ചിരുന്ന നുകം, പ്രൈസ് ദി ലോർഡ്. ഓ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ആ നുകം അഴിച്ചു കളക. ആമേൻ. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ആ പൊടി ആമേൻ കുടഞ്ഞു കളഞ്ഞിട്ട് ആമേൻ ദൈവജനം എഴുന്നേറ്റ് ആമേൻ ദേശത്തിന്റെ നടുവിൽ ഒരു പ്രകാശമായി വെളിച്ചമായി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വർഷത്തിന്റെ അവസാന സൺഡേയിൽ ദൈവത്തിന്റെ ആത്മാവിൽ പറയാനുള്ളത്, ആമേൻ, ഇനി ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നമ്മൾ യഥാസ്ഥാനപ്പെടുവാൻ പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന്റെ മുഖം എൻ്റെ മേൽ പ്രകാശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധി ചെന്ന് കഴിഞ്ഞാൽ, ആമേൻ, ഈ ആമേൻ മകൻ മടങ്ങി അപ്പന്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ, ആമേൻ, അവന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതെല്ലാം കൊടുക്കാൻ അപ്പൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സംരക്ഷണം, സന്തോഷം മടക്കി കൊടുക്കുവാൻ അപ്പൻ തയ്യാറാ. ഹല്ലേലൂയ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, ആമേൻ, ഒരു വിടുതലിന് വേണ്ടി അവിടെയും ഇവിടെയും ഓടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മളായിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ, കർത്താവേ, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്നെ ദൈവസന്നിധിയിലേക്കൊന്ന് മടക്കി കൊണ്ടുവരണമേ. ആമേൻ. ദൈവത്തെ സന്തോഷിക്കുന്ന ആത്മീയ തലത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിന്റെ കഠിനത ഒന്ന് മാറ്റണമേ. ഇതിനകത്ത് വളർന്നിരിക്കുന്ന മുള്ളും പറക്കാരെയും ഒക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ആ ചാലക ശക്തി, ആ നവീകരിക്കുന്ന ശക്തി എന്നിലേക്ക് ഒഴുകി ഇറങ്ങുക. ആമേൻ. എന്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കണമേ. ആമേൻ. അതിനുവേണ്ടി എന്നെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, മുൻമഴിയും പിൻമഴിയും നൽകി തന്ന്, ഹല്ലേലൂയ, ഇന്നലകളിൽ നഷ്ടപ്പെട്ട കാലങ്ങൾക്ക് ആമേൻ, ഹല്ലേലൂയ, അതീതമായിട്ട് മടക്കി ചില കാലങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നൽകി തന്ന്, ചില അനുഗ്രഹങ്ങളെ നൽകി തന്ന്, ആത്മീയ ജീവിതത്തിനകത്ത് ശക്തീകരിച്ച് ദേശത്തിന് നടുവിൽ ഒരു വെളിച്ചമായി, ഒരു വിളക്കായി, ഹല്ലേലൂയ, അനേകരെ പ്രകാശിപ്പിക്കുന്നവരായി ആമേൻ ദൈവം നമ്മളെ തീർക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകൾ അടയട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ പൊന്മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിയാട്ടെ. ഹല്ലേലൂയ. ശ്രേഷ്ഠകരമായ ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരികയാണ്.
നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരമുള്ള വിഷയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇന്നലകളിലെ ചില നഷ്ടബോധങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിരാശയുടെ തലങ്ങളിലേക്ക് കടന്നു വരികയാണ്. അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ജീവിതത്തിലെ സമസ്ത മേഖലകളെ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ സാന്നിധ്യം നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങിയാൽ, ഹല്ലേലൂയ, ആമേൻ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, നിരാശ മാറി പ്രത്യാശ വരും. ആമേൻ. ആ ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങളിലും ആമേൻ സന്തോഷിക്കാൻ കഴിയും. കഷ്ടതകളുടെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കാരണം ആ സാന്നിധ്യം നമ്മളെ ശക്തീകരിക്കുന്നതാ, അത് നമ്മളെ ബലപ്പെടുത്തുന്നതാ, അത് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നതാ, അത് ഹൃദയമായി നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, മുറിവുകളെ കെട്ടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ഹൃദയമായി സംസാരിക്കുന്ന ദൈവിക സാന്നിധ്യം, ക്ഷീണിച്ചിരിക്കുന്നതിനെ ശക്തീകരിച്ച് ദൈവസന്നിധി നിർത്തുന്ന ദൈവിക സാന്നിധ്യം, ആമേ വെളിച്ചമായി നിർത്തുന്ന ദൈവിക സാന്നിധ്യം. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ടെന്ന് ആമേ വിശ്വസിക്കുന്ന ദൈവമക്കള്, പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എഴുന്നേൽക്കുക. ആമേ പൊടി കുടഞ്ഞു കളക. പ്രൈസ് ദി ലോർഡ്. ആമേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബന്ധനങ്ങളെ ആമേ തകർക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽക്കാലം വെളിപ്പെടുക. ആമേൻ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ശത്രുവായവന്റെ സകല ബന്ധനങ്ങളും അടിഞ്ഞു മാറി സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് ദൈവ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്ക് വേണ്ടി ശക്തിയോടെ നിൽക്കുക. ദൈവം നമ്മളെ ഒരുമിച്ച് ഇടവരുത്തട്ടെ.